മധ്യ ഗാസയിലെ അൽ ബുറൈജ് പ്രദേശത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഉന്നത തലവൻ കൊല്ലപ്പെട്ടതായി സൈന്യം വ്യക്തമാക്കുകയുണ്ടായി. ഐസിസ് ഉന്നത ഉദ്യോഗസ്ഥനായ മുഹമ്മദ് അബ്ദുൽ അസീസ് അബു സുബൈദയാണ് കൊല്ലപ്പെട്ടത്. ഗാസ മുനമ്പിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പലസ്തീൻ ജില്ലയുടെ തലവനായി സേവനമനുഷ്ഠിച്ച മുഹമ്മദ് അബ്ദുൽ അസീസ് അബു സുബൈദയെ വധിച്ചതായി IDF സ്ഥിരീകരിച്ചു. മധ്യ ഗാസയിലെ അൽബുറൈജ് പ്രദേശത്താണ് ഓപ്പറേഷൻ നടന്നത്. സത്തേൺ കമാൻഡിന്റെയും ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെയും നിർദ്ദേശപ്രകാരമായിരുന്നു IDFന്റെ ആക്രമണം. വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ്, സിനായ് പെനിൻസുല എന്നിവിടങ്ങളിലെ തീവ്രവാദ സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ നയരൂപീകരണം, ആസൂത്രണം, നടപ്പാക്കൽ എന്നിവയുടെ ഉത്തരവാദിത്തം അബു സുബൈദയ്ക്കായിരുന്നു. ഗാസയിലെ ഐസിസ് ഭീകര ശൃംഖലയിലെ ഏറ്റവും ഉന്നത സ്ഥാനമാണ് അബു സുബൈദ വഹിച്ചിരുന്നത്. ജൂഡിയ, സമരിയ, ഗാസ മുനമ്പ്, സിനായ് പെനിൻസുല എന്നിവിടങ്ങളിലെ തീവ്രവാദ സംഘടനയുടെ തന്ത്രപരമായ പ്രവർത്തനങ്ങൾക്ക് അബു സുബൈദ നേതൃത്വം നൽകി. ഗാസയിലേക്കുള്ള ഫണ്ടുകളുടെയും യുദ്ധ ഉപകരണങ്ങളുടെയും കൈമാറ്റവും അദ്ദേഹം നിരീക്ഷിച്ചിരുന്നു. യുദ്ധസമയത്ത് IDF സൈനികർക്കെതിരായ പോരാട്ടത്തിൽ ഐസിസ് സജീവമായി ഏർപ്പെട്ടിട്ടുണ്ടെന്നും വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഗാസയിലേക്ക് ആയുധങ്ങളും ഭീകര ഫണ്ടിങ്ങും കൈമാറാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും സൈന്യം പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.